അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ മീൻസ് വൈറൽ പനിയാണോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന പനിയാണോ എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഇപ്പോൾ വൈറൽ ഫീവറിനും അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫീവറിനും ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തേണ്ട കണ്ടീഷൻസ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ എന്ന്? വൈറൽ ഫീവറിന് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പാടില്ല. പാടില്ല. പക്ഷേ വൈറൽ ഫീവർ കാരണം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയും. കുറേ ഓക്കെ. സെക്കൻഡറി ഇൻഫെക്ഷൻ, രണ്ടാമതൊരു ഇൻഫെക്ഷൻ ശരീരത്തിനെ ബാധിക്കാം. അത് നമ്മളിപ്പോൾ ഒരു 100 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 ആൾക്കാർ 25 ആൾക്കാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്ക് അവിടെ ആൻറ്റിബയോട്ടിക് വേണ്ടി വരും. എല്ലാ വൈറൽ ഫീവർ മാറി അല്ലെ വൈറൽ ഫീവർ കാരണം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറഞ്ഞ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ശരീരം പുറത്തെല്ലാം അണുക്കളാണല്ലോ. അതെ അതെ. അപ്പോൾ അണുബാധ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ഡോക്ടർ ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യും. വൈറൽ പനിയുടെ കാര്യത്തിൽ വൈറൽ പനി മാറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാൽ മാറി അത് ഇന്ന സ്ഥലത്തെ അസുഖം. ഇപ്പോൾ നമ്മളിപ്പോൾ തലച്ചോറിന് പിടിച്ച അസുഖത്തിന് ന്യൂമോണിയയുടെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പം മൂത്രപ്പഴുപ്പിൻ്റെ ഒരു കുട്ടിക്ക് മൂത്രപ്പഴുപ്പായിട്ട് വന്നു, ആ കുട്ടിക്ക് നമ്മൾ ന്യൂമോണിയയുടെ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ല, അത് ഏക്കില്ല. അപ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ എടുക്കണം. നമ്മുടെ നാട്ടിൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾ, അതാണ് വൈറൽ പനിയുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ നിർദ്ദേശം. രണ്ടാമത് വൈറൽ പനിക്ക് ആൻറ്റിബയോട്ടിക്കേ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ബാക്ടീരിയൽ ആൻറ്റിബയോട്ടിക് ബാക്ടീരിയൽ അസുഖത്തിന് ആൻറ്റിബയോട്ടിക് നിർബന്ധമാണ്. അത് ആൻറ്റിബയോട്ടിക് വേണം. നമ്മൾ പറഞ്ഞ 60-70% അസുഖങ്ങളും വൈറൽ പനിയാണ്. താനെ മാറിപ്പോവാൻ എന്നെയും വേണ്ട, ആരും വേണ്ട. മനസ്സിലായില്ലേ? പക്ഷെ ആ കാര്യങ്ങൾ വൈറൽ പനിയാണോ ബാക്ടീരിയൽ പനിയാണോ, അത് ശരീരത്തിൽ ഈ വൈറൽ പനി കാരണം ശരീരം ക്ഷീണിച്ചോ എന്ന് മനസ്സിലാക്കാൻ ഒരു ഡോക്ടർ നിർദ്ദേശം വേണം, സഹായം വേണം. അതാണ് നമ്മുടെ നാട്ടിലെ എല്ലാ അസുഖങ്ങളും ആർക്കും ചികിത്സിക്കാന്ന് പറയുന്നത്. ഏത് വല്യമ്മക്കും ചികിത്സിക്കാം. മനസ്സിലായത്? ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഡോക്ടറെ എനിക്ക് ആന്റിബയോട്ടിക് വേണം മനസ്സിലായില്ല. ഇതിപ്പോ എന്തിനാ ഡോക്ടറെ കാണിക്കുന്നത്? ഇതിപ്പോ സാധാ പനി. ഓക്കെ, സമ്മതിച്ച്. പക്ഷെ ക്ഷീണമുണ്ടോ? കുട്ടി ഭക്ഷണം കഴിക്കണില്ലേ? കടുത്ത പനി കാരണം കുട്ടിക്ക് അപസ്മാരം വരുന്നുണ്ടോ? ഡോക്ടറെ കാണിച്ചു. മനസ്സിലായില്ലേ? അല്ലെ ഡോക്ടർ ഈ പനി എന്തുകൊണ്ടാണ് മനസ്സിലാവണില്ല, തുടർച്ചയായിട്ട് പനി, ഡോക്ടറെ കാണിക്കണം. നിർബന്ധമാണ് അത്. അത് നിർബന്ധം വെച്ചാൽ കുട്ടിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നീടാണ് വരിക. മനസ്സിലായി? ഇപ്പം തലച്ചോറിലൊരു അണുബാധ ഉണ്ട്, ഡിറ്റക്ട് ചെയ്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട്, എൻ്റെ നാട്ടിൽ എൻ്റെ ക്ലിനിക്കിൽ ഒരു വലിയ ആൾ, ഒരു വയസ്സിലൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ കുട്ടിക്ക് ചുമയും പനിയും വന്നിട്ട് ഒരാഴ്ചത്തോളമായി എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ നിങ്ങളെവിടെയായിരുന്നു? എന്ത് ചെയ്യാനാ? വൈഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ പറഞ്ഞു പല്ലും ചൂരാണ്. നമ്മുടെ നാട്ടിൽ ഒരു കൺസെപ്റ്റാണ്, പല്ലും ചൂരും വന്നാൽ. മനസ്സിലായില്ല? പല്ലും ചൂരും എന്ന് പറഞ്ഞാൽ ഇതിന് ചികിത്സയ്ക്കൊന്നും വേണ്ട, പല്ലും ചൂരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ കുട്ടീനെ നോക്കിയപ്പോൾ കുട്ടിക്ക് ന്യൂമോണിയ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചികിത്സിച്ച് തുടങ്ങാം. നമ്മൾ പഴയത് ഇനി ആലോചിക്കണ്ട, ഇന്നലത്തെ കാര്യം ചിന്തിച്ച് കാര്യമില്ല. നമ്മുടെ ഡോക്ടർമാരൊക്കെ പ്രശ്നം, ഇവർ ജനങ്ങളെ ഈ നമ്മുടെ ആരോഗ്യത്തിലുള്ള തെറ്റിദ്ധാരണകൾ കാരണം ഇംഗ്ലീഷ് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ട് വളരെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധനം ഇംഗ്ലീഷ് മരുന്ന് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നാട്ടുകാർ ആരും അസുഖത്തിന് കാണിക്കാൻ ഡോക്ടറെ വഴുകുന്നുണ്ട്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടീനെ ചിലപ്പോൾ ഐസിയുയിൽ ചികിത്സിക്കേണ്ടി വരും, അല്ലെങ്കിൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ വാപ്പാടെയും ഉമ്മാടെയും കരച്ചിൽ നമ്മളാ കാണുന്നത്. അത് വേണ്ട സൈഡ് എഫക്റ്റാന്ന് പറഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല അവിടെ. തീർച്ചയായിട്ടും അവർ മാത്രമേ. ഓക്കെ.